ഹായ് കൂട്ടുകാരെ, ആദ്യം തന്നെ പറയട്ടോ, ഒന്ന് നമുക്കൊരു സന്തോഷ വിശേഷമുണ്ട് പറയാൻ. പിന്നെ പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇന്നലെ ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടില്ല, മിഞ്ഞാന്ന് വീഡിയോ ഇട്ടേന്നു. ഇന്നലെ സൂര്യമോളം കൊണ്ട് ഡോക്ടറെ അടുത്ത് പോവാണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ വീഡിയോ ആയിട്ടൊന്നും വരാത്തത്. പിന്നെ എന്താ സന്തോഷ വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല നമ്മൾ അടുക്കളൊക്കെ വാതിൽ വെക്കണമെന്ന്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാട്ടോ വന്നത്. പണിക്കാർ വരുമോ ഇല്ലേന്നൊന്നും അറിയില്ലേന്നു. അപ്പോൾ രാവിലെ തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ വരാം, എന്തായാലും ഒരു മെഷീൻ കിട്ടാണ്ട്, അത് കിട്ടൂല്ലേ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം തുടങ്ങിയ പ്രാർത്ഥനയാണ് കേട്ടോ ഞാൻ, വരട്ടെ വരട്ടെ പടച്ചമ്പുരാനെ വന്നാൽ മതിയെന്ന്, വന്നെടുത്താൽ മതിയെന്നു എന്ന്. കാരണം പിന്നെ വന്നിട്ടില്ലെങ്കിൽ പണി അങ്ങനെ നീണ്ടു പോകും കേട്ടോ. എന്തായാലും ഇതാ ഞാൻ രാവിലെ തന്നെ ചേച്ചി കറുത്ത നന്നാക്കി തന്നേന്നു കേട്ടോ, പപ്പായ ഓമക്കായ ഒക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ഉണ്ടാക്കട്ടോ എന്ന്. ആന്നും പറഞ്ഞു കേട്ടോ ചേച്ചി. അങ്ങനെ ഞാൻ ചോറ് ഊറ്റാണ്. ചോറിന് നമ്മൾ സാധാ വെക്കും പോലെ കേട്ടോ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് വെച്ചത്. കാരണം വരുമല്ലേന്ന് അറിയില്ലല്ലോ, ഇനിയിപ്പോൾ വരികയാണെങ്കിൽ തന്നെ അപ്പം ഇട്ട് ചോറ് വെക്കുക, വലിയ പണിയൊന്നുമില്ലല്ലോ ചോറും കറിയൊന്നും ഉണ്ടാക്കാൻ. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇത് നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്പം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തിട്ട് അരി ഇട്ടെടുത്ത് വെന്തുട്ടോ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കി ഏതായാലും എടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഈ കറുത്തയും പൂളൊക്കെ ഇങ്ങനെ നന്നാക്കി ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഓരോന്ന് തൊള്ളയൊക്കെ ഇട്ടൊക്കെ തിന്നല്ലോ. ചിലവർക്ക് അങ്ങനെയൊക്കെ ശീലമുണ്ട് കേട്ടോ, നന്നാക്കണതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കഷ്ണമൊക്കെ എടുത്ത് തിന്നണത്. പിന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടപ്പെട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ. അതെന്താ ചോദിച്ചാൽ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ തന്നെ. ആ പ്രശ്നം കൊണ്ട് ഇതാ എൻ്റെ കണ്ണും മോറൊക്കെ ഒരുമാതിരി വാടിയ പോലെ ആയിരുന്നു. സങ്കടം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സന്തോഷത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ സങ്കടം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്ന പോലെ തന്നെ കേട്ടോ, ആ സങ്കടങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കിക്കാണ്ട് ഇതാ ഞാൻ എൻ്റെ അടുക്കള ജോലികളൊക്കെ എടുക്കണമല്ലേ. സങ്കടങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ വന്ന് പറയാൻ പറ്റില്ലല്ലോ. സങ്കടം ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് തീയൊന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇതാ ഞാൻ വീതനൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. കുളിയും തിരുമ്മലൊന്നും കഴിഞ്ഞിട്ടില്ല, വെള്ളമില്ല കേട്ടോ. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ആ വീടുകൾക്കൊക്കെ ഒരു പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് കേട്ടോ വെള്ളം അടിക്കൽ, പൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ആ മോട്ടർ കേടെന്നാൽ വന്ന് വെള്ളമില്ല. പിന്നെ ജപ്പാൻ കുടിവെള്ളം ഉണ്ട് കേട്ടോ, അതിന് കുളിക്കാനും തിരുമ്പാനും പുറത്തേക്ക് ആവശ്യത്തിനൊക്കെ എടുക്കലുണ്ട്. പക്ഷെ നമ്മളിവിടെ കേടാണെന്ന് ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നന്നാക്കിയിട്ടില്ല, നന്നാക്കാൻ ആളെ വിളിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വെള്ളം ഉണ്ടാവരുത്, എന്നാലേ നന്നാക്കാൻ പറ്റുള്ളൂ. അതിലെന്നും വെള്ളം ഉണ്ടായതുകൊണ്ടേ ഞാനിങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ചു. സത്യം പറഞ്ഞാൽ ആ ഒരു മന്ദപ്പിൽ ഞാനത് മറന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ചോറൊക്കെ തിന്നാൻ നേരത്ത് നോക്കിയപ്പോൾ ചോറിൻ്റെ അടി കരിഞ്ഞിക്കണ്. എന്താ ആ മന്ദപ്പിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടാണ് കേട്ടോ ഞാൻ ആ കറുത്ത ചട്ടിയിൽ കഴുകി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോറ് ഇങ്ങനെ ഇളക്കി കൊടുക്കണത് വേറൊന്നുമല്ല, ഉണ്ടരി ആയതുകൊണ്ട്, നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വലിഞ്ഞോട്ടേ കരുതി വെച്ചത്. തീയാണെങ്കിൽ നല്ലോണം കത്തിയും ചെയ്ത്. പിന്നെ ഞാനത് ശ്രദ്ധിച്ചതുമില്ല. ഇനി ഉപ്പേരിക്കുള്ളത് കഴുകി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, അത് അടപ്പത്ത് വെക്കട്ടെ. അതോട് വേവട്ടെ. അത് വെന്തതിന് ശേഷം വേണം കുളിക്കാനൊക്കെ പോവുക. പിന്നെ വെള്ളം ഏറ്റി കൊണ്ടുവന്നിട്ട് വേണം ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടെന്ന്. കുളിക്കാനും തിരുമ്പാനും പുറത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവിടെ നിന്നും എടുക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മെല്ലെ തിളച്ച് വന്നിട്ട് ഉപ്പും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ചിക്കന് സൂര്യമുളക് വല്ലാതെ തിന്നാത്തതുകൊണ്ട് ഞാൻ ഉപ്പേരി, കറുത്തേൻ്റെ ഉപ്പേരി പണിക്കാർക്ക് വെച്ച് ഉണ്ടാക്കി കൊടുക്കണേന്ന് ചോദിച്ചാൽ അതും ആദ്യം പറയേണ്ടത് ചേച്ചി 2 ദിവസം മുന്നേ കറുത്ത കൊണ്ടുവന്നേന്നു കേട്ടോ. അന്ന് അത് ഉപ്പേരി വെച്ചു. പിന്നെ 2 അവിടെ എടുത്ത് വെച്ചതേന്നു. അത് പിന്നെ വെക്കാലോ എന്ന് വിചാരിച്ചാണ്ട്. ഇനിയിപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല പറഞ്ഞാണ്ട് വെച്ചതാണ് കേട്ടോ. നന്നാക്കി തന്നതാണ്, ഞാനാണ് കേട്ടോ വെക്കണത്. ഞാൻ പറഞ്ഞു ഞാൻ വെക്കാമെന്ന്. ചേച്ചിക്ക് പുല്ലരിയാൻ പോവാണ്ട് കാരണം കുറച്ച് വിറകുണ്ട് കൊണ്ടുവരാൻ കാരണം. പിന്നെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, എനിക്ക് ആകെപ്പാട് എന്തൊക്കെയോ ഒരു കുഴപ്പവും ക്ഷീണമൊക്കെ വരിക. അപ്പോൾ ഞാൻ അര ഗ്ലാസ് ചായ കുടിക്കട്ടെ ഞാൻ ചായ കുടിക്കാം കേട്ടോ. പാൽ ചായ ഞങ്ങൾ 4 ആൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെക്കുള്ളൂ കേട്ടോ. അത് പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് അങ്ങനെ വെക്കുക. അത് പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്ട്. പിന്നെ ചേച്ചിയൊന്നും മധുരം ഇട്ട് കുടിക്കൂല, രാജ്യമൊന്നും തീരെ ചായ കുടിക്കലില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പൈപ്പിലൊക്കെ വെള്ളം വന്നതിന് ശേഷം വെള്ളമാക്കിട്ടോ. അപ്പോൾ ഇതിനും പണിക്കാർ വന്നു. ഒരാളുള്ളൂ കേട്ടോ പണിക്കാരെ വീട് കാരണം. പണിക്കാരൻ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത അയൽവാസി തന്നെയാണ് കേട്ടോ. പിന്നെ ടാങ്കിലൊക്കെ വെള്ളമാക്കി, വെള്ളം ഇതാ നിറച്ചാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് കണ്ടോ. സൂര്യമോള് ഇത് കുളിക്കാനും പുറത്തേക്ക് ആവശ്യത്തിന് മാത്രമേ എടുക്കലുള്ളൂ കേട്ടോ. അലക്കാനൊക്കെ സൂര്യമോള് ഞാൻ തുറന്നപ്പോൾ അതിൽ കൈയിട്ടു. അങ്ങനെ ഇതാ നമ്മളെ വീടിൻ്റെ വാതിലിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കറണ്ട്
അതിൻ്റെ വള്ളിയാണ് കേട്ടോ. വാതിൽ ഇതാ അവിടെ പണി തുടങ്ങുകയാണ്. പണി തുടങ്ങിയെന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കടയിൽ പോയ ഒരു ചെക്കന്മാർ കടയിൽ പോയൊക്കെ ചായ കുടിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ പോവുകയാണ് പറഞ്ഞു. എന്നോട് ഞാൻ പറഞ്ഞു എന്താ ചോറ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞു. ആ ചായ ഞങ്ങൾ പുറത്തുനിന്ന് കുടിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. ഓല് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം കയറിയാണ്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് കണ്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സങ്കടങ്ങളൊക്കെ കയ്യിൽ പോയി എന്നറിയില്ല. കാരണം സങ്കടം സമാധാനം സന്തോഷമായി മാറി. സങ്കടം കയ്യിലൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിൽ, നല്ലൊരു ദിവസം. അതിൻ്റെ ഇടയിൽ ഇതാ കാക്കകൾ ഇവിടെ അങ്ങോട്ട് തല്ലുകൂടി കെട്ടി മറിയണുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യമോൾക്ക് അത് കണ്ടപ്പോൾ പേടിയായി. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരുമൊന്നുമില്ല, എന്നെ കൊത്തിപ്പറിക്കൊന്നുമില്ല, ഇങ്ങോട്ട് പോരി പറഞ്ഞു. കാക്കപ്പാടകളാണ്. കാക്കേൻ്റെ കൂടൊക്കെ ഇവിടെ മരത്തുമൂടെ 2-3-4 കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഒക്കെ പാടെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കെട്ടി മറിയണാണ്. പിന്നെ അവൻ്റെ വീട് നമ്മളെ അയൽവാസിതാ ഈ കാണുന്നത് തന്നെ കേട്ടോ. അവൻ്റെ വീട് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത്, ഈ റോഡിൻ്റെ അപ്പുറത്ത് തന്നെയാണ് വീട് കേട്ടോ. അതുകൊണ്ടാണ് അവന് ഞായറാഴ്ച വരാം, ഒഴിവുള്ള ദിവസം വരാമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ തിരുമ്പിയിട്ടൊന്നുമില്ല, തിരുമ്പാനുള്ളതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ പണികളൊക്കെ എളുപ്പം വേഗം കഴിക്കാൻ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പേരി എന്തായി നോക്കാം. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഉപ്പേരി ഞാൻ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ കേട്ടോ. വെള്ളം നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അടി കുറച്ചൊരു നുള്ള് കരിഞ്ഞ പോലെ ഉണ്ട്. കരിഞ്ഞിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഇങ്ങോട്ട് വാങ്ങി വെക്കാൻ നിൽക്കട്ടെ. പിന്നെ നമ്മൾ കുളി നനയൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ നമുക്ക് ചോറും കറി രണ്ടാമത് വെക്കണം. നമ്മൾ വെറും ചോറല്ലേ വെച്ചേ. അപ്പോൾ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക കരുതി വിറക് എടുത്ത് വെട്ടുകയാണ് കേട്ടോ. നമുക്ക് ആദ്യം വിറകടുപ്പിലാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വിറക് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം വിറക് വെട്ടി കൊണ്ടുപോയേക്കട്ടെ. സൂര്യമോൾ അതൊക്കെ കണ്ടാണ്ട് എൻ്റെ ഫോൺ വെക്കണ കണ്ടാണ്ട് വേഗം ഓടി വന്നിട്ടോള് ഫോണിൻ്റെ മുന്നിലാണ്ട് ഇരുന്നു. അതിൽ ഞാൻ പറഞ്ഞു ഈ എന്നൊരു വീഡിയോ എടുക്കാൻ അയക്കൂലല്ലോ എന്ന് പറഞ്ഞാണ്ട് ഓളെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി ഇരുത്തിയാണ്ട് ഞാൻ വേഗം വിറകൊക്കെ വെട്ടിയാണ്ട് ഇതാ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഓൻ പണിക്ക് വന്നപ്പോൾ സൂര്യമോൾ എന്നെ വലിച്ചു കൊണ്ടുപോവാണ്. വാ അമ്മ ചോറ് കൊടുക്ക്, പണിക്കാർ വന്നിണ്, വാ ചോറ് കൊടുക്ക് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു ചോറ് കൊടുക്കാനായിട്ടില്ല കുഞ്ഞേ, ചോറും കറിയൊന്നും ആയിട്ടില്ല, ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണമെന്ന് പറയാൻ കേട്ടോ. പിന്നെ ഓരോ കാര്യങ്ങളും ഓരോ സംശയങ്ങളും ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എനിക്കെന്താ ഇവിടെ പണിയെന്ന് ചോദിച്ചാൽ ഉള്ളിയും ചെറിയുള്ളി വെളുത്തുള്ളി വലിയുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാൻ കേട്ടോ. കണ്ടോ സൂര്യമോൾ ഫോണിൻ്റെ മുന്നിലേക്ക് തന്നെ വരികയാണ്. ഫോൺ കണ്ടാൽ പിന്നെ ഓള് വെറുതെ ഇരിക്കൂല കേട്ടോ. ഓള് പിന്നെ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓള് ഓരോ പാട്ടും പാടി ഡാൻസ് കളിക്കുകയാണ്. ഞാനിവിടെ ഉള്ളി നന്നാക്കണ്. നമ്മളിങ്ങനെ ആളുണ്ടാകുമ്പോൾ പിന്നെ കുറച്ച് അധികം ചിക്കനൊക്കെ വാങ്ങി അതിക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ നന്നാക്കണമല്ലേ. അപ്പോൾ അങ്ങനെ നന്നാക്കി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സഹായത്തിന് ആരും ഇല്ലല്ലോ, നമ്മൾ തന്നെ എല്ലാം എടുക്കണ്ടേ. അതുകൊണ്ട് എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഞാൻ. ഒറ്റയ്ക്കാവുമ്പോൾ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ആയി കിട്ടൂലേ എന്നുള്ളൊരു ചിന്തയാവും കേട്ടോ. ഓരോ പണിയെടുക്കണ്, സമയം നോക്കണ്, അതന്നെ ആവും പരിപാടി. അപ്പോൾ ഇതാ കുറച്ച് അരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 1.5 കിലോന് അരി, നെയ്ച്ചോറിൻ്റെ അരിയും പ്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പീടികയിൽ നിന്ന് കൊണ്ടുവന്ന കവറൊക്കെ നോക്കുക. അപ്പോൾ ചിക്കന് വിഷ്ണുവിൻ്റെ അച്ഛൻ കഴുകി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കഴുകണുണ്ട് കേട്ടോ. പിന്നെ ബാക്കി പണികളൊക്കെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഞാൻ കറുവത്ത് അടുപ്പത്ത് വെച്ചേന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടേക്ക് പണിയെടുക്കുന്ന സമയത്ത് ഞാനല്ല ഇട്ടത്, വീഡിയോ എടുക്കുന്നതൊക്കെ വിഷ്ണുവിൻ്റെ അച്ഛൻ. എനിക്കിപ്പോൾ വരാനേ നേരം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കറുവത്ത് അടുപ്പത്ത് വെച്ച് ഉപ്പേരിക്ക് എന്ന് പറഞ്ഞില്ലേ, ഞാൻ വറുത്തെടുക്കാനും വേണ്ടിയിട്ട് ഉപ്പുണ്ടോ നോക്കിയതെന്ന് കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അത് അരിഞ്ഞ് വെച്ചേന്ന് ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കറുവത്ത് ഉപ്പേരിയൊക്കെ ആണെങ്കിൽ അതിക്ക് വെളുത്തുള്ളി ഇടുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കിയതായിരുന്നു. എന്ത് പറയണ്, കഴിച്ചിട്ട് ഭയങ്കര കയ്പ്പ് ഭയങ്കര കയ്പ്പ്. അതിൽ ഞാൻ ചേച്ചീനോട് പറഞ്ഞു, അല്ല ഈ കറുത്ത കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ 2 കഷ്ണം തിന്ന് നോക്കിയിരുന്നു, അപ്പം നല്ല കയ്പ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഒഴിവാക്കിയാൽ മതിയെന്ന്, നമുക്ക് ഉപ്പേരി ഉണ്ടാക്കേണ്ടില്ലേന്നല്ലോ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു വെച്ചാൽ കഴിക്കൂല വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വെക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്ത് കേട്ടണ്, ആ കറുത്ത കൊണ്ട് കളഞ്ഞു, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു.
അങ്ങനെ ഉപ്പേരി അവിടെ ക്യാൻസലായിട്ടോ. പിന്നെ അതാ ഞാൻ നെയ്ച്ചോറിനുള്ള ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചു. ഉള്ളി വാട്ടിയെടുക്കുന്നത് ചിക്കനക്കുള്ളതാട്ടോ. എല്ലാം പാടൊക്കെ റെഡി ആക്കിയാണ്ടോ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് ഓരോന്നോരോന്ന് ഉണ്ടാക്കാൻ നിന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, തക്കാളിയും പച്ചമുളക് അരിഞ്ഞത്, നെയ്ച്ചോറ് വെക്കാൻ ഇതാ ഈ ഒരു കുഞ്ഞി ചെമ്പട്ടിയിലാട്ടോ വെക്കണത്. ഇത് മതി, 1.5 കിലോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നെയ്ച്ചോറാവുമ്പോൾ എളുപ്പമുണ്ട് ആവാൻ. ബിരിയാണി എല്ലാവരും പറയണതൊക്കെ ബിരിയാണിയാണ് എളുപ്പം ഉണ്ടാക്കാൻ, സുഖമാണല്ലോ എന്ന്. പക്ഷെ എനിക്ക് ബിരിയാണി വലിയ എളുപ്പമല്ല കേട്ടോ, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയത്. നെയ്ച്ചോറും കോഴിയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അത് വേഗമുണ്ട് ആവാൻ. അങ്ങനെതാ ഞാൻ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയതിന് ശേഷം ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ട് കൊടുത്താണ്ട് പാകത്തിനുള്ള വെള്ളം, ഞാൻ ആദ്യം തന്നെ വെള്ളം ചൂടാക്കി വെച്ചേനു കേട്ടോ, വെള്ളം തിളപ്പിച്ച് വെച്ചേനു. എന്നാൽ പിന്നെ ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ പിന്നാലെ അരി കഴുകിയിട്ടാലും മതിയല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അരി കഴുകിയിടട്ടെ. പിന്നെ ചെറുനാരങ്ങയൊക്കെ കൊണ്ടുവരാൻ മറന്നേന്നു, അതുകൊണ്ട് തന്നെ ഞാൻ സുറുക്കുണ്ടല്ലോ വിനാഗിരി, ഒരു സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് തട്ട് കൊടുക്കുന്നുണ്ട്. തീയൊക്കെ ഉഷാറായിട്ട് കത്തുന്നുണ്ട്, നല്ല കനമുള്ള കൊള്ളിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തീ കത്താത്ത കുറവൊന്നുമില്ല. പിന്നെ അതാ അതിൻ്റെ പിന്നാലെ തന്നെ അരി അളന്നെടുക്കുകയാണ് കേട്ടോ. അരി പറഞ്ഞാൽ ഒരു 2.5 നാഴി ഉണ്ടാകും. ഈ ഒരു നാഴിക്ക് 2 ഒരു ലേശം അരി ഉണ്ടാവും കേട്ടോ. അരിയും കൂടെ കഴുകിയെടുക്കട്ടെ, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അരി എടുത്തപ്പോൾ തന്നെ മുറത്തിൽ ആദ്യം കാരണം മുറത്തിൽ ചേറ് എടുത്തന്നല്ല, ഇപ്പം ആ പരിപാടി ഇല്ലല്ലോ, ചേർന്നൂലും ഉണ്ട് കേട്ടോ. ഞാൻ ചേറലൊന്നുമില്ല. അതിലെന്നെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ, പറയാൻ പറ്റില്ലല്ലോ, അരിയല്ലേ. അപ്പോൾ അതിൽ നോക്കിയിട്ടൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഞാൻ അരി കഴുകാൻ വേണ്ടിയിട്ട് നിന്നു. ആ ഒരു സമയത്ത് ഇതാ മനുവൊക്കെ ഇവിടെ വണ്ടി സ്റ്റാർട്ടാക്കി നിൽക്കുകയാണ് കേട്ടോ, വണ്ടി നന്നാക്കിയിട്ട്. അത് ഓന് വിടുകയല്ല കേട്ടോ, വണ്ടി അവിടെ വെറുതെ ഓൻ അതിന്മേൽ കയറിയാണ്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ണ ഒരു ഹായ് പറഞ്ഞ, ഒരു ഹായ് പറയ്. ആ എന്തോ ബെൽറ്റ് തിന്നു. ഞാൻ ചോദിച്ചോനോടെ ടാറ്റ കൊടുത്താ ടാറ്റ. പേടിയാണ്ടോ? സൂര്യമോളപ്പോൾ എപ്പോഴും കളിക്കാൻ വരും കേട്ടോ. അവിടെ ഊഞ്ഞാലുണ്ടല്ലോ, ആ ഊഞ്ഞാൽ ആടാൻ വേണ്ടിയിട്ട് വരും. സൂര്യമോളെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഓൾക്കും. എന്നിട്ട് സൂര്യമോൾ വരുമ്പോഴത്തേന് ഊഞ്ഞാലേക്ക് ആടുക എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഓള് വന്നത്. അപ്പോൾ ഓളെ അച്ഛനെ കണ്ടത്. അച്ഛൻ തന്നെയാണ് കേട്ടോ അവിടെ പണിയെടുക്കണതും. കണ്ണനാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ ഇതിനിതാ നമ്മളെ ചിക്കൻ കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇതാ ഒരു ചെമ്പട്ടിയിൽ ചിക്കനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറിയൊക്കെ പാകമാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കിടന്നിങ്ങോട്ട് വേവട്ടെ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മൾക്കൊരു വാതിൽ വേണമെന്ന്. അത് സാധിച്ചതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ കൂട്ടുകാരെല്ലാവരും പ്രാർത്ഥനയുണ്ട് കേട്ടോ അതിന്. കുറച്ചാണെങ്കിലും ഉള്ളതിനനുസരിച്ച് വീട് പണി എടുത്ത് അങ്ങനെ പോണ്. അതിൽ ഞാൻ കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഉപ്പുണ്ടോക്കെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. എന്തായാലും അത് അവിടെ കിടന്ന് വേവട്ടെ, ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ സൂര്യമോള് വെള്ളം വേണോ പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഓൾക്ക് കുറച്ച് വെള്ളം തണുപ്പിച്ച് കൊടുക്കുകയാണ്. ഓൾ കുറഞ്ഞ ചൂടായാലും കുടിക്കൂല, നല്ല തണുപ്പ് വേണം.
അപ്പോൾ ഓൾക്കൊരു കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി കൊടുത്തു. പിന്നെ അതാ നമ്മൾ ചോറൊന്ന് തുറന്ന് നോക്കല്ലേ, നമുക്ക് ഇതാക്കണം, ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയൊക്കെ വാട്ടിയിട്ടു, നെയ്യ് ഒഴിച്ച് കൊടുത്തു, മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തു. കണ്ടോ, ചോറൊക്കെ ഉഷാറായിട്ടുണ്ട്, കട്ടായിട്ടില്ല കേട്ടോ. ഇനി നമ്മളെ കറിയൊക്കെ നോക്കാം. കറി വാങ്ങി വെച്ചിട്ടോ ഞാൻ, കറിയൊക്കെ വെന്തതിന് ശേഷം കറി വാങ്ങി വെച്ചു. പിന്നെ ഞാൻ ഇനി വെള്ളം വേണമെങ്കിൽ അടപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, കുടിവെള്ളം ഇല്ലെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ചാണ്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കട്ടെ. വീടെന്ന സ്വപ്നം പൂവണിയുമ്പോൾ എവിടെ ഇല്ലാത്ത സന്തോഷമാണ് മക്കളെ മനസ്സിന്. എൻ്റെ സങ്കടങ്ങളൊക്കെ ഇതിൽ പോയി എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. സങ്കടങ്ങൾ മനസ്സിലുണ്ടായാലും അതിങ്ങനെ കൊണ്ട് നടന്നാലും മനസ്സിനെ വേദനിപ്പിക്കാനൊന്നും എനിക്ക് വയ്യ കേട്ടോ. അതുകൊണ്ട് ആ മൈൻഡൊക്കെ ഞാൻ വിട്ടാണ്ട് പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടല്ലോ, അതുകൊണ്ട് അതൊന്നും മൈൻഡാക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, മക്കളെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ പറഞ്ഞ് ഉഷാറായി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതവിടെ പെയിൻ്റ് അടിക്കും കൂടെ വേണം കേട്ടോ. ഇങ്ങനെ ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിച്ചിട്ട് വെക്കണം. പിന്നെ വാതിലൊക്കെ ശരിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് മക്കളെ. ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. കാരണം നമ്മളെ പ്രതീക്ഷകളൊക്കെ തെറ്റി, വേറെ ഒന്നുമല്ല. ഞാൻ എഡിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് തന്നെ പാട്ടിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്തൊന്നും വീഡിയോ ഇട്ടില്ല. ഉച്ചയ്ക്ക് നോക്കി അപ്പോഴും പാട്ട്, വൈകുന്നേരത്ത് നോക്കി അപ്പോഴും പാട്ട്. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റിങ് എന്ന് പറഞ്ഞ എഡിറ്റിങ്ങിൻ്റെ സമയം പറഞ്ഞാൽ രാത്രി 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ നെയ്ച്ചോറും കോഴിയൊക്കെ വെക്കണമെങ്കിൽ പുറത്തേക്ക് വെക്കണ പരിപാടി ഉണ്ട് കേട്ടോ. ഒരു നുള്ളി ഇലയിൽ നാക്കല കിട്ടാത്തതുകൊണ്ട് ഒരു ഇലേൻ്റെ കഷ്ണം അങ്ങനെ എടുത്താൽ കേട്ടോ. പിന്നെ തൈര് ഉണ്ടാക്കിയിരുന്നു, പപ്പടം ഉണ്ടാക്കിയിരുന്നു, ചിക്കൻ കറി ഉണ്ട്, അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചാണ്ട് ഞാൻ ആദ്യം കുട്ടികൾക്ക് ചോറ് കൊടുക്കട്ടെ കരുതി. കുട്ടികൾ സൂര്യമോളും വിഷ്ണുവിനൊക്കെ വിശക്കുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ ഒരു തുണക്കാരനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓനും കൂടെ ചോറ് വിളമ്പി കൂട്ടത്തിൽ, ഓൻ അവിടെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഓനും കൂടെ ചോറ് കൊടുക്കരുതി, ചോറ് വിളമ്പട്ടെ. പിന്നെ പണിക്കാരൻ, ഞാൻ ഓനോട് ചോദിച്ചു ചോറ് ഇന്നല്ലേ, ചോറ് തിന്നാനായില്ലേ വന്നോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 2:30 ആവട്ടെ എന്നിട്ട് ചോറ് മതി, അതുവരെ എനിക്ക് ചോറ് വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു 2:30 നിൽക്കണ്ട, വന്നോ, ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 2:30 ആവണം എന്നിട്ട് ഞാൻ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ 2:30ക്കൊക്കെ വന്നാടാ പിന്നെ ചോറ് തിന്നത് കേട്ടോ. സൂര്യമോൾക്കാണെങ്കിൽ ചിക്കൻ കറിയും വേണ്ട, ചിക്കനും വേണ്ട. ഓള് മുന്തിരി ഉണ്ടല്ലോ നെയ്ച്ചോറത്തെ, അതും കൂട്ടി അങ്ങനെ ഓളും ചോറ് തിന്നു കേട്ടോ. പിന്നെ ഓലതൊക്കെ കഴിഞ്ഞു, പണിക്കാരൻ വന്നു, തിന്നു. കണ്ണനാണ് കേട്ടോ, പണിക്കാരനെ കിട്ടണുള്ളൂ. എല്ലാവരും തിന്നതിന് ശേഷമാണല്ലോ നമ്മൾ വീട്ടമ്മമാർ തിന്നല്ലേ. കൂട്ടത്തിൽ തിന്നണോലും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ കൂട്ടത്തിൽ തിന്നാൻ കഴിഞ്ഞില്ല എന്ന് വരും എല്ലാവരും ഉണ്ടാകുമ്പോൾ. ഒറ്റയ്ക്ക് അടുക്കളയിൽ പണിയെടുക്കുക, പിന്നെ നമുക്ക് ആ കൂട്ടത്തിൽ തിന്നാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് തിന്നും. അങ്ങനെ തന്നെ ഞാൻ ചോറുണ്ണട്ടെ കേട്ടോ. അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരെ മക്കളെ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യാൻ ഇരിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ.